ഇത് അനുഷ മേഡം വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയൊക്കെയാണ്. കൂടാതെ സൽസ്വഭാവിയും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയുമാണ്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ അനുഷ മേഡത്തെ വലിയ കാര്യവുമാണ്. അടിമാലി കൊച്ചനാട്ടിൽ അരുണിന്റെ ഭാര്യയാണ് അനുഷ. 8 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ വിവാഹം കഴിയുന്നത്. എന്നാൽ ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന അനുഷ പെട്ടെന്നൊരു ദിവസമാണ് തനിക്ക് കോതമംഗലത്തെ ഒരു പ്രമുഖ പൊതുമേഖലാ ബാങ്കിൽ ജോലി ലഭിച്ചുവെന്ന സന്തോഷ വാർത്ത ഗൾഫിലുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയുമെല്ലാം അറിയിക്കുന്നത്. അങ്ങനെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്കുമൊക്കെ ഇവർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായി. എന്നും രാവിലെ ബാങ്കിലേക്കെന്ന് പറഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഉത്തരവാദിത്വത്തോടെ കഴുത്തിലൊരു ടാഗൊക്കെ അണിഞ്ഞ് വീട്ടിൽ നിന്നും പോകുന്നു. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അനുഷയുടെ പണി എന്താണെന്നറിഞ്ഞതോടെയാണ് സ്വന്തം ഭർത്താവടക്കം ഞെട്ടിത്തരിച്ചുപോയത്. ഭർത്താവ് മാത്രമല്ല, നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഡിസംബർ 21-നാണ് അനുഷയുടെ ജീവിതത്തിൽ നാടകീയമായ വഴിത്തിരിവുണ്ടാകുന്നത്. ഭർത്താവ് നാട്ടിലുള്ള സമയത്തും അനുഷ ബാങ്കിലേക്കെന്ന് പറഞ്ഞ് എന്നും ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ അവസാനമായി കഴിഞ്ഞ ഡിസംബർ 21-ന് ബാങ്കിൽ ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള അഭിമുഖമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു അനുഷ. എന്നാൽ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. പിറ്റേന്ന് എത്തുമെന്ന് ഭർത്താവിനെ വിളിച്ചറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഇതോടെ തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിൽ പരിഭ്രാന്തനായ ഭർത്താവ് ഭാര്യ ജോലി ചെയ്യുന്ന ബാങ്കിൽ പോയി അന്വേഷിക്കുകയായിരുന്നു. ഇതോടെയാണ് അനുഷ പറഞ്ഞിരുന്ന എല്ലാ നുണകളും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നത്. വർഷങ്ങളായി തന്റെ കൂടെ നടന്നിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞതോടെ ആ പാവം ഭർത്താവ് തകർന്നുപോയി. അങ്ങനെ ഒരാൾ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്നായിരുന്നു ബാങ്ക് അധികൃതർ ഭർത്താവിനോട് വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ പുറത്തു വന്നതാകട്ടെ വലിയ തട്ടിപ്പുകളുടെ കഥകളുമാണ്. അനുഷ നാടുവിട്ടു എന്നറിഞ്ഞതോടെയാണ് പല ആളുകളും പരാതികളുമായി രംഗത്തെത്തിയത്. ബാങ്കിൽ സ്വർണം വെച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പറഞ്ഞ് ഇവർ പലരിൽ നിന്നുമായി 200-ലധികം പവൻ സ്വർണം വാങ്ങിയെടുത്തിരുന്നു. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു യുവതിയുടെ നീക്കം. താൻ നേരിട്ട് സ്വർണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന പലിശ ലഭിക്കുമെന്നാണ് യുവതി അവരെ വിശ്വസിപ്പിച്ചിരുന്നത്. അനുഷ വഴി സ്വർണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് കരുതിയ പലരും കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങൾ ഇവരെ വിശ്വസിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ പല ആളുകളും സ്വർണം തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് അനുഷ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും മുങ്ങുന്നത്. തുടർന്ന് അടിമാലി പോലീസ് കേസെടുത്ത് പഴുതടച്ച അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഡൽഹിയിലെ ഒരു ബന്ധുവീട്ടിൽ നിന്നും പിടികൂടുന്നത്. പലരിൽ നിന്നുമായി ഏകദേശം 200 പവനിലധികം സ്വർണ്ണാഭരണങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. പ്രതിയെ അടിമാലിയിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയുമാണ്. 5 വർഷക്കാലം ഒരാൾക്ക് എങ്ങനെ ഇത്രയും വിദഗ്ധമായി അഭിനയിക്കാൻ കഴിഞ്ഞുവെന്ന അമ്പരപ്പിലാണ് അടിമാലി നിവാസികളും ബന്ധുക്കളുമെല്ലാം. എന്നും രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് എവിടേക്കാണ് പോയത് എന്ന കാര്യവും ദുരൂഹതയുണ്ടാക്കുന്നതാണ്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.